പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ്. രാവിലെ 5:30 ഇവിടെ വന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. രാവിലെ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുണ്ട്, ചെറിയൊരു മഴയുടെ ഒരു ലക്ഷണമുണ്ട്. മഴ വേണമെന്നോട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിനി മൺസൂൺ റെയിൽ ഫാനിൽ നിന്നൊക്കെ പയ്യെ തുടങ്ങാം. അപ്പോൾ രാവിലെ ഇനി വരുന്ന വണ്ടികളൊക്കെ കാണിച്ചു തരാം. അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യം വന്ന വണ്ടി നാഗർകോവിലിൽ നിന്ന് ചെന്നൈ പോകുന്നൊരു സ്പെഷ്യൽ ട്രെയിനാണ്. ഈ വണ്ടി 5.25 മണിക്കൂർ ലേറ്റാണ്. അവിടെ നിന്ന് ലേറ്റായിട്ട് വിട്ടതാണ് 5.25 മണിക്കൂർ. അപ്പോൾ 5.25 മണിക്കൂർ ലേറ്റായിട്ട് പോകുന്ന നാഗർകോവിൽ ചെന്നൈ സ്പെഷ്യലാണ് പോയത്. ഞാൻ ഈ ട്രെയിൻസ് കണ്ടുപിടിക്കുന്ന ആപ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വേർസ്മി ട്രെയിൻ. അപ്പോൾ ഇനി ആലുവ അടിച്ചു കൊടുക്കുമ്പോൾ ഇനി കാരയ്ക്കൽ എറണാകുളം വരുന്നുണ്ട്. ആലുവയാണ് കളമശ്ശേരിക്ക് അടുത്തുള്ള സ്റ്റേഷൻ. ആലുവ അടിച്ചു കൊടുക്കുമ്പോൾ കാരയ്ക്കൽ എറണാകുളം ഇപ്പം 5:52 ഇപ്പം ആലുവ കയറും. അപ്പോൾ അത് ആദ്യം വരും. പിന്നെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ഉണ്ട്. പിന്നെ മദ്രാസ് മെയിൽ, അങ്ങനെ കുറേ വണ്ടികൾ വരാൻ കിടപ്പോട്ട് നമുക്ക് എല്ലാം സ്പോട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോവാം. ഏകദേശം 40 മിനിറ്റോളം ലേറ്റായിട്ട് അവിടെ നിന്ന് ചെന്നൈക്മൂർ ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ടല്ലോ, നമ്മുടെ തമിഴ്നാടിക്കൂടെ ഫുള്ള് ചുറ്റി തിരുവനന്തപുരം വഴി ഗുരുവായൂർ പോകുന്ന എക്സ്പ്രസ്സാണ് ഇപ്പോൾ പോയത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ കളമശ്ശേരി സ്റ്റേഷൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ 2 ട്രാക്കാണ്. ഇത് ഗുഡ്സിൻ്റെ സൈഡിങ് ആണ്. അതായത് ഇവിടേക്ക് ഫ്രൈറ്റ് വരും, ഗുഡ്സ് ട്രെയിൻ വരും. അപ്പോൾ ഗുഡ്സ് ട്രെയിൻ വന്നിട്ട് കണ്ട് ഈ ഒരു ട്രാക്കിൽ ഇറക്കും. എന്നിട്ട് ആ ട്രാക്കിൽ ഇറക്കിയിട്ട് കുറേ ലോറികളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഗുഡ്സ് വരുവാണെങ്കിൽ ലോറി ഇഷ്ടം പോലെ വരും. അപ്പോൾ ഈ ഗുഡ്സ് വരുന്ന ടൈമിൽ ലോറി ഇങ്ങനെ നിരന്തരമായിട്ട് കിടന്നിട്ട് ഗുഡ്സ് അൺലോഡ് ചെയ്തിട്ട് ആ സാധനം ആ ലോറി കയറ്റിക്കൊണ്ട് പോകും. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗം സൈഡിങ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഗുഡ്സ് സൈഡിങ് ഇവിടെ കളമശ്ശേരിയിലുണ്ട്. അവിടെ മാത്രമല്ല കേട്ടോ, കളമശ്ശേരിയിൽ ഗുഡ്സ് വരുന്നതാണ്ട് ആ ഒരു ഭാഗത്ത് 2 ട്രാക്ക് കാണാം. അപ്പോൾ അവിടെ മറ്റേ ഫാക്ട് ഉണ്ടല്ലോ, FA സിറ്റി, അവരുടെ ഇപ്പോൾ ഗോഡൗണും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കും ഗുഡ്സ് വരും. പിന്നെ അവിടെ അപ്പോളോ ടയറിൻ്റെ ഫാക്ടറിയാണ്, അങ്ങോട്ടേക്ക് ഗുഡ്സ് പോകത്തില്ല. ഗുഡ്സ് പോകുന്നതുകൊണ്ട് ആ ഭാഗത്തേക്കാണ്. അവിടെ 2 ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഗുഡ്സ് ഒരു എറണാകുളം ഭാഗത്തുനിന്ന് വന്നിട്ട് ഈ ഫാക്ടറിയിലേക്ക് പോകും. അവിടെ ഒരു പച്ച കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മറ്റേ ആ കാരയ്ക്കൽ എറണാകുളം എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രീൻ സിഗ്നൽ കണ്ട് സ്റ്റേഷൻ മാസ്റ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. രാവിലെ എല്ലാ വണ്ടിക്ക് P4 ആകട്ടോ. ഇപ്പോൾ പോയത് നമ്മുടെ കാരയ്ക്കൽ എറണാകുളം ടീ ഗാർഡൻ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഈ വണ്ടിയാണ് ഇവിടെ നിന്ന് എറണാകുളത്ത് കോട്ടയം പാസഞ്ചറായിട്ട് പോകുന്നത്. നമ്മുടെ വേളാങ്കണ്ണിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെയിലി ഓപ്ഷനാണ് ഈ ഒരു കാരയ്ക്കൽ വണ്ടി. ഖരഗ്പൂർ ഷെട്ടിൻ്റെ 2 G7 ആയിട്ട് രാവിലെ BTPM പോകുന്നു. പെട്രോളും കൊണ്ട് പോവാണ്. അടുത്ത വണ്ടി നമ്മുടെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റിയാണ്. അപ്പോൾ ഇത് എറണാകുളം ടൗൺ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇനി കളമശ്ശേരി ആവാൻ ഇനിയുണ്ട് ഒരു 11 കിലോമീറ്റർ ഉണ്ട് ഇനിയും. അപ്പോൾ ഈ സാധനം നേരത്തെ ഒരു 2-3 കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റേ ഡീസൽ ലോക്ക് ആണ്. അതെന്തോ പണി നടക്കുന്ന കാരണം ഡീസൽ ലോക്ക് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പേർക്ക് സ്പോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഡീസലായാൽ മതിയാതെ നിന്നു. മറ്റേ ആൽക്കോ ഡീസലാണ് കേട്ടോ, ഡീസലാണ്. നല്ല ശബ്ദമുണ്ട് കേട്ടാ.
ഈ കണ്ണൂർ പോകുന്ന ഇൻ്റർസിറ്റി ഉണ്ടല്ലോ, രാവിലെ പോകുന്ന എറണാകുളം കണ്ണൂർ, അത് കുറച്ച് ദിവസമായിട്ട് ഈ ഡീസൽ ലോക്ക് തന്നെയാണ്. എന്താ കാരണം എനിക്കറിയില്ല, പല പണിയായതുകൊണ്ടായിരിക്കും, അറിയത്തില്ല, എന്തെങ്കിലും കാരണം കാണും. അപ്പോൾ അത് കൊള്ളാമല്ല. സിംഗിൾ ആൾക്കോ WDG3 എറണാകുളത്തിൻ്റെ സിംഗിൾ ആൾക്ക് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് എറണാകുളം കണ്ണൂർ വരെ പോകുന്നത്. ഞാൻ എപ്പോഴും സ്ലാക്ക് ടൈം ബഫർ ടൈം എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതിൻ്റെ സംഭവം സിമ്പിളായിട്ട് കാണിച്ചാൽ, ഇതിപ്പോൾ മംഗളയുടെ ലൈവ് സ്റ്റാറ്റസാണ്. മംഗള ഇപ്പം ചൊവ്വര എത്താറായിട്ടുണ്ട്. അപ്പം മംഗളയുടെ ഷെഡ്യൂൾ ടൈം നോക്കുമ്പോൾ 6:15 ആലുവ വിടേണ്ട വണ്ടിയാണ്. 6:15 ആലുവ വിട്ടാൽ അത് 7:30 എറണാകുളം എത്തണം. പക്ഷേ ഈ ആലുവ എറണാകുളം ആ ഒരു ഡിസ്റ്റൻസ് ആകെ 20 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ 20 കിലോമീറ്റർ ഓടാൻ വേണ്ടി റെയിൽവേ കൊടുത്തിരിക്കുക 1.5 മണിക്കൂർ നടന്നാലോചിക്കുക. അപ്പോൾ അത്രയും വേണ്ട. അപ്പോൾ ആ ലേറ്റായിട്ട് വരുന്ന ആ ഒരു സമയം ഓടിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ 1.5 മണിക്കൂർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 6:40 6:45 കൂട്ടി 6:45 ഇത് ആലുവ വിട്ടാൽ ഇത് 7:30 എന്തായാലും എറണാകുളം ജംഗ്ഷനിൽ കയറും. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ എറണാകുളം ഓൺ ടൈം എത്തി. അതാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്ലാക്ക് ടൈം അല്ലെങ്കിൽ ബഫർ ടൈം കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഡെസ്റ്റിനേഷനിലാണ് ഈ ഒരു സ്ലാക്ക് ടൈം നമ്മൾ കണ്ടത്. ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ പോവുകയാണെങ്കിൽ ഇടയ്ക്ക് വലിയ വലിയ സ്റ്റേഷൻസ്, ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിട്ടാൽ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് വിട്ടാൽ മംഗലാപുരം മടുകാവൊക്കെ ഇതേപോലെ സ്ലാക്ക് ടൈം ഉണ്ടാവും. അതായത് മംഗലാപുരം ചിലപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കൂട്ടിയിടും. അങ്ങനെ പല സ്റ്റേഷൻസിലും പല ട്രെയിനുകൾക്കും പല രീതിയിലാണ് ടൈം കൊടുത്തേക്കണേ. ഇപ്പോൾ 2 വണ്ടി വരും. അവിടെ മെയിലിന് വേണ്ടി പച്ച കിടപ്പുണ്ട്, മദ്രാസ് മെയിലുണ്ടല്ലോ, അതിന് പച്ച കിടപ്പുണ്ട്. അപ്പുറത്തെ ട്രാക്കിൽ കൂടെ മറ്റേ എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ ഉണ്ട്. അപ്പോൾ അത് ഈ ഇവിടെ സ്റ്റോപ്പുണ്ട്, കളമശ്ശേരിയിൽ സ്റ്റോപ്പുണ്ട്. അപ്പോൾ 2 ഇപ്പോൾ കാണാൻ പറ്റും. എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന ട്രെയിനുകൾ ആ ഒരു കയറ്റം കയറി വരുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. അവിടെ വലിയൊരു കയറ്റമുണ്ട്, സൂപ്പറാണത്. എറണാകുളത്ത് നിന്ന് രാവിലെ 6 മണിക്ക് ശേഷം പുറപ്പെട്ടിട്ട് ഗുരുവായൂർ പോകുന്ന ഒരു പാസഞ്ചറാണ് വേണ്ടി പോകുന്നത് കേട്ടോ. എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ. നിങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യമായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അതായത് 0 വെച്ച് കൊടുക്കുന്ന പാസഞ്ചർ ട്രെയിൻസ് ഉണ്ടല്ലോ, എക്സ്പ്രസ് സ്പെഷ്യലിനാണ് ഓടിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പം മിനിമം ചാർജ് 10 രൂപയേ ഉള്ളൂ. നേരത്തെ നമ്മൾ 30 രൂപയാണ് മിനിമം ചാർജ് കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പം 10 രൂപയേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ UTS വഴി ടിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. കൗണ്ടറിൽ പോയാലും റെയിൽവേ സ്റ്റേഷനിൽ കൗണ്ടറിൽ പോയാലും വരെ കറക്റ്റ് എടുത്ത് തരും. UTS വഴി നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ എക്സ്പ്രസിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഓർഡിനറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർഡിനറി സെലക്ട് ചെയ്താൽ നിങ്ങൾക്കത് 10 രൂപയായിട്ട് കാണിക്കും. അപ്പോൾ 10 രൂപ ഉള്ളൂ കേട്ടോ. 0 വെച്ച് തുടങ്ങുന്ന പാസഞ്ചർ ട്രെയിൻസ്, സ്പെഷ്യലല്ല, 0 വെച്ച് തുടങ്ങുന്ന പാസഞ്ചർ ട്രെയിൻസ്. നേരത്തെ ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന മംഗളയാണ് ഇപ്പം 6:50 അതിപ്പോൾ ഒരു 7:15 എറണാകുളം സൗത്തിൽ കയറും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ സ്ലാക്ക് ടൈമിൻ്റെ പവർ. ഷൊർണൂറിന് എറണാകുളം പോകുന്ന മെമു വരുന്നുണ്ട്, പക്ഷെ മെമുവിൽ കയറാൻ വേണ്ടി ആരും ഇല്ല കേട്ടോ. മെമു മാത്രമേ ഉള്ളൂ. കൊള്ളാം, ഇറങ്ങാൻ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല കിടില മെമു കേട്ടോ, ഫ്രഷ് പെയിൻറ്റഡ്. രാവിലെ കണ്ട 2 ചെറിയ ഡിസ്റ്റൻസ് വണ്ടികൾക്കെല്ലാം WAP1 ലോക്കുമാണ്.
ഇപ്പം കണ്ട കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്സിനും ഇതേപോലെ WAP1 ആണ് ഈ റോഡിൻ്റെ. മഴക്കാറൊക്കെ വരുന്നുണ്ട്, മഴ പെയ്തെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. ഇപ്പോൾ പോയത് മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരി വരുന്ന ഐലൻഡാണ്. ഇപ്പോൾ ഐലൻഡ് ഇപ്പോൾ 2 വണ്ടിയായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഐലൻഡിൽ ഇപ്പോൾ റേക്ക് ഷെയറിങ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഈ വരുന്ന ഐലൻഡ് ഇന്ന് വൈകിട്ട് മറ്റേ കന്യാകുമാരി ചെന്നൈക്മോർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കന്യാകുമാരി ചെന്നൈക്മോർ സൂപ്പർ ഫാസ്റ്റും ഐലൻഡ് ഇപ്പം റേക്ക് ഷെയറിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഇന്ന് പോകുന്ന ഈ ഐലൻഡ് കന്യാകുമാരി എത്തിയിട്ട് വൈകിട്ട് അവിടെ നിന്ന് ചെന്നൈക്മോർക്ക് കന്യാകുമാരി ചെന്നൈ സൂപ്പർ ഫാസ്റ്റായിട്ട് പോകും. എന്നിട്ട് ഇന്നലെ ചെന്നൈക്മോറിൽ നിന്ന് പുറപ്പെട്ട ചെന്നൈക്മോർ കന്യാകുമാരി സൂപ്പർ ഫാസ്റ്റ് രാവിലെ കന്യാകുമാരി എത്തിയിട്ട് അവിടെ നിന്ന് ഐലൻഡായിട്ട് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും. അപ്പോൾ ഈ കന്യാകുമാരി ചെന്നൈക്മോർ സൂപ്പർ ഫാസ്റ്റിന് റേക്ക് ചെയ്യുമ്പം ഐലൻഡിന് റേക്കാണ്. SWR സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ റേക്കാണ്. പക്ഷേ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന സദേൺ റെയിൽവേ ആണെങ്കിലും റേക്ക് SWRൻ്റെയാണ്. നിങ്ങൾ ഐലൻഡിൻ്റെ നെയിം ബോർഡ് ശ്രദ്ധിച്ചാൽ മതി. നെയിം ബോർഡിൽ KSR ബംഗളൂരു കന്യാകുമാരി ചെന്നൈക്മോർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂർന്ന് രാവിലെ പുറപ്പെട്ട് വൈകിട്ട് 7 മണി റേഞ്ചിൽ മധുര എത്തുന്ന ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആണ്. വണ്ടി ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഇടിച്ചു കുത്തി ആൾക്കാരാണ് വണ്ടിക്കകത്ത്. ഇതിന് മൊത്തത്തിൽ 2 സ്ലീപ്പറും ഒരു 3 ടയറും ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ വണ്ടിക്ക്. കാരണം ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർ. എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് ഉണ്ട്. അത് ഇപ്പോൾ ഡെയിലി ആക്കിയാൽ വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ മറ്റേ റോയപുരം WAP7 സിറ്റി യൂണിയൻ ബാങ്കിൻ്റെ പരസ്യം ഒട്ടിച്ചൊരു WAP7 ആയിട്ട് ഇത് മറ്റേ മഡ്ഗാവ് എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ആണേ. ആ വണ്ടിയാണ് ഉരുട്ടി പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ മറ്റേ ആ ഗുരുവായൂർ മധുര ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ ഉരുട്ടി പോവാണ്. ഇത് ചണ്ഡീഗഡിൽ നിന്ന് മഡ്ഗാവ് വരുന്നൊരു വണ്ടിയുടെ റേറ്റ് ഷെയറിംഗ് ആണ് ഈ ഒരു മഡ്ഗാവ് എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്നത്. ചണ്ഡീഗഡിൽ നിന്ന് മഡ്ഗാവ് പോകുന്ന ഗോവ സമ്പർക്രാന്തി ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഷെയറിംഗ് ആണ് ഈ വണ്ടി. സ്റ്റേഷൻ മാസ്റ്റർ പച്ച കൊടുത്തിട്ടില്ല, ഇപ്പോഴും ചുവപ്പ് തന്നെയാണ്. കാരണം മറ്റേ വണ്ടി മുന്നിലുള്ളതുകൊണ്ടേ. ഈ വണ്ടി മഡ്ഗാവിന്ന് വൈകിട്ട് 7:30 പുറപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞ നോൺ മൺസൂൺ ടൈം ടേബിൾ ആണ്. മൺസൂൺ ടൈം ടേബിൾ ആകുമ്പോൾ ഒരു 3 മണിക്കൂറും കൂടെ കൂടും. അപ്പോൾ ഇത് വൈകിട്ട് 7:30 മഡ്ഗാവിന്ന് വിടുന്ന വണ്ടിയാണ്. എന്നിട്ട് ഇത് അടുത്ത ദിവസം രാവിലെ 8:30 ആകുമ്പോൾ എറണാകുളം എത്തും. എന്നിട്ട് തിരിച്ച് 10:00 ഇത് എറണാകുളത്ത് നിന്ന് മഡ്ഗാവിലേക്ക് പോകും. ചണ്ഡീഗഡിൽ നിന്ന് വിടുന്ന വണ്ടിയായതുകൊണ്ട് ഇതിന് നോർത്തേൺ റെയിൽവേയുടെ റേക്കാണ് കൊടുത്തിരിക്കുന്നത്, NRൻ്റെ. യശ്വന്ത്പൂർ കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിൻ്റെ ലോക്കോയ്ക്ക് ഒരു പേരുണ്ട്, ഷിംഷ എന്നാണ് ലോക്കോയുടെ പേര്. കൃഷ്ണരാജപുരം ഷെഡിന് ഒരു WAP7 ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഷിംഷ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷ്ണരാജപുരം ഷെഡുകാർ എല്ലാ കൃഷ്ണരാജപുരം മാത്രമല്ല എല്ലാ ഷെഡുകാരും ചില ലോക്കോക്കൊക്കെ പേര് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പേര് ഷിംഷ എന്നാണ്, ഷിംഷ. ഈറോഡ്, റോയപുരം അങ്ങനെ കുറേ ഷെഡുകാരെല്ലാം അവരുടെ 50ാമത്തെ ലോക്കോ, 100ാമത്തെ ലോക്കോ, 1ാമത്തെ ലോക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ ലോക്കോ കിട്ടുമ്പോൾ ഇവരോരോ പേര് കൊടുക്കും. കഴിഞ്ഞ ദിവസം ഹൂബ്ലി ഷെഡുകാരുണ്ടല്ലോ, ഹൂബ്ലി ഷെഡുകാർക്ക് ഒരു WAP7 കിട്ടി. അവരത് ഇറക്കി. അപ്പോൾ അതിനവർ പേര് കൊടുത്തത് ഭദ്ര എന്നാണ്, ഭദ്ര. ജാർഖണ്ഡിലേക്കുള്ള എല്ലാ ദിവസവും പോകുന്ന ഒരു വണ്ടി, 2 വണ്ടിയിൽ ഒരെണ്ണമാണ്
ഒരെണ്ണം എറണാകുളം ടാറ്റയും പിന്നെ ഇത് ആലപ്പുഴ ധൻബാദും. ഇത് രണ്ടും നേരത്തെ പണ്ട് ഒരു വണ്ടിയായിരുന്നു കേട്ടോ. ഏറ്റവും വൃത്തികെട്ട വണ്ടികളിൽ ഒരെണ്ണമാണ് ഈ പോയ ആലപ്പുഴ ധൻബാദ്. പണ്ട് ഈ ആലപ്പുഴ ധൻബാദും പിന്നെ ഈ എറണാകുളം ടാറ്റാനഗറും ഒക്കെ ഒരു വണ്ടിയായിരുന്നു. പിന്നെയാണ് ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആക്കിയത്. നേരത്തെ മറ്റേ സ്ലിപ്പ് പോർഷൻ വെച്ച് പോകത്തില്ല, അങ്ങനത്തെ ടൈപ്പ് വണ്ടിയായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആക്കി, എറണാകുളം ടാറ്റ ഡെയിലി ആക്കി. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന ഏറനാട് എക്സ്പ്രസ് ആണ് കേട്ടോ. ഏറനാടിൽ എങ്ങനെ പരസ്യമൊന്നും കണ്ടില്ല, പരിസരമാണ് ഫുള്ള് പരസ്യമാണ്. ഇപ്പം കളമശ്ശേരി സ്റ്റേഷനിൽ ആരുമില്ല ഗൈസ്, നോക്ക് ഒറ്റ മനുഷ്യനില്ല. ഇനി ഇവിടെ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ള വണ്ടി കേട്ടോ. വന്ദേ ഭാരത് വരുന്നുണ്ട്. മഴ പെയ്യുന്നൊക്കെ പറഞ്ഞിങ്ങനെ മൂടി വന്നിട്ടൊന്നും പെയ്തൊന്നുമില്ല, പറ്റിച്ച് കളഞ്ഞു. വന്ദേ ഭാരതാണ് പക്ക ഓൺ ടൈം കേട്ടോ. പക്ക ഓൺ ടൈം എന്ന് വെച്ചാൽ പക്ക ഓൺ ടൈം. ഇവിടെ ഈ കളമശ്ശേരി സ്റ്റേഷനിൽ FOB ഇല്ല കേട്ടോ. അതായത് ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ല. ഒരു പ്ലാറ്റ്ഫോമിന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ ട്രാക്ക് മുറിച്ച് കടന്ന് വേണം പോകാൻ. അതാണ് ഇവിടുത്തെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. സമയം ഇപ്പം 9 മണി ആവാറായി. ഇപ്പോൾ ഇനിയും വണ്ടി വരാറുണ്ട്. മറ്റേ ചെന്നൈ ആലപ്പുഴയൊക്കെ ലേറ്റ്, 1 മണിക്കൂറൊക്കെ ലേറ്റാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കളമശ്ശേരിയിൽ നിന്നുള്ള ചെറിയ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരള ഓൺ റെയിൽ സീരീസ് ആരംഭിക്കുകയാണ്. അത് ജൂൺ 3-ാം തീയതിയാണ് പുറപ്പെടും. അത് വലിയ സംഭവമൊന്നുമല്ല. കേരളത്തിൻ്റെ എല്ലാ റൂട്ടിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ജനറൽ ക്ലാസ്സിലാണ്, നമ്മൾ റിസർവേഷൻ ഒന്നുമില്ല. കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് ജനറൽ ക്ലാസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കണ്ട് ഇപ്പോൾ കണ്ട് മഴ പെയ്യാൻ തുടങ്ങി. വീഡിയോ എൻ്റെ ആയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സീരീസ് നമ്മൾ പാറശാലയിൽ നിന്ന് തുടങ്ങുകയാണ് ജൂൺ 4-ാം തീയതി. അപ്പം ആ ഒരു സീരീസിൻ്റെ വീഡിയോസ് കുറച്ച് ജൂൺ 4 കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.